ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈൻ ഹന്ന. ഇന്ന് ഡിസംബർ 7 വലിയ പ്രത്യേകത ഉള്ള ദിവസമൊന്നുമല്ല, എങ്കിലും ഈ മാസം കുറച്ച് സ്പെഷ്യലാണ് അല്ലേ? കാരണം ഇതൊരു മംഗല സീസൺ ആണ്. ഇന്നത്തെ എന്റെ വീഡിയോ പ്രത്യേകിച്ചും ബ്രൈഡ്സ് ടു ബിക്ക് ഇല്ലെങ്കിൽ ബ്രൈഡൽ കോൺസ് ഉണ്ടാക്കുന്നവർക്കുള്ളതാണ്. 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിൽ പാർട്ട് 1 ബ്രൈഡൽ ഗ്ലോ ഹെന്ന മിക്സിംഗ് സീക്രട്ട്. ഈ വീഡിയോയിൽ കൂടെ 2 മിക്സിംഗ് സീക്രട്ട് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. 2026 വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് മിക്സ് ചെയ്യുന്ന രീതിയെല്ലാം മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ ഈ 8 വർഷമായിട്ട് പല പൗഡറും ഓയിൽസും എല്ലാം മാറി മാറി യൂസ് ആക്കിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും സാറ്റിസ്ഫാക്ഷനോട് ഒരു മെഹന്തി കോണ് അപ്ലൈ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോൺ യൂസ് ആക്കിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ആ മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ച 3/4 ഗ്ലാസ് വെള്ളം എടുത്ത് ബോയിൽ ചെയ്യാനാണ് പോകുന്നത്. അതിലേക്ക് എടുത്തു വെച്ച 20 ഗ്രാം ഷുഗർ ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ക്രിസ്റ്റൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യാൻ വിടുക. കുറച്ച് നേരം ഒരു 3 മിനിറ്റ് നല്ലോണം ബോയിൽ ആയിക്കോട്ടെ. എന്നിട്ട് ചൂട് പോകുന്നവരെ ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ചൂടാറിയ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ബൗളിലേക്ക് ഒഴിക്കുക. നമ്മൾ 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ അതൊരു 1/2 ഗ്ലാസ് ആയി മാറിയിട്ടുണ്ട്. അതിനുശേഷം സ്ക്വീസ് ചെയ്ത ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മിക്സിംഗ് സീക്രട്ട് വരുന്നത്. മൈൻ ഹെന്നന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രൈഡൽ ഓയിൽ ആണ്. ഇത് ഡാർക്ക് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് സ്റ്റെയിൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓയിൽ ഒഴിച്ച് ഇനി ഹെന്ന പൗഡറാണ് ഇടാൻ പോകുന്നത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഹെന്ന പൗഡർ 2025 ന്യൂ ക്രോപ്പാണ്. അടിപൊളി പൗഡറാണ്. നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പേസ്റ്റ് ആണ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ശരിക്കും എല്ലാ ബ്രൈഡ്സ് ടു ബിന്റെ ഒരു ഡ്രീമാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെന്ന സ്റ്റെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കാൻ കഴിയുന്നില്ലെങ്കിലോ, എന്നാൽ പിന്നെ ആ ഫേഡിങ് സ്റ്റെയിനും ഡൾ ഡിസൈനും എല്ലാം അങ്ങ് മറന്നേക്ക്. എന്നിട്ട് ഈ ഒരു മൈൻ ഹെന്നന്റെ മെഹന്തി പൗഡറും സ്പെഷ്യൽ ബ്രൈഡൽ ഓയിലും യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. പ്രൊഡക്റ്റ് വേണ്ടുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. എല്ലാ മൺഡേ ആണ് ഷിപ്പിംഗ് വരുന്നത്. ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അങ്ങനെ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഡൈ റിലീസിന് വേണ്ടിയിട്ട് 5 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. 5 മണിക്കൂറിന് ശേഷം എങ്ങനെ ഉണ്ട് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു മിക്സിംഗ് മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് കിട്ടാൻ. എന്നാൽ കൂടി നമ്മളൊരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചല്ലോ, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒഴിക്കുന്നതിന് പകരം കുറച്ച് ഹാഫ് ഫസ്റ്റ് ഒഴിച്ച് പൗഡറിൽ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ച് കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ പേസ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആണ്. ഏത് പേസ്റ്റ് ആയാലും സ്ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. എസ്പെഷ്യലി ബ്രൈഡൽ കോൺസിനാണെങ്കിൽ തീരെ ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ സ്ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലോങ് കപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ പൈപ്പിംഗ് ബാഗ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് റീയൂസബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് കുറേ ഷോർട്ട് വീഡിയോസ് എല്ലാം യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പൈപ്പിംഗ് ബാഗ് ആ കപ്പിലേക്ക് ഇട്ട് അതിനുശേഷം സ്റ്റോക്കിങ്സ് ഇട്ട് പിന്നെ ഹെന്ന പേസ്റ്റിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു 50 ഗ്രാമിന്റെ ബാച്ചിൽ 8 കോൺസ് കിട്ടുന്നുണ്ട്. 8 കോൺസ് എന്ന് പറയുമ്പോൾ ഒരു കോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 25 to 27 ഗ്രാം ആണ്. എപ്പോഴും ബ്രൈഡൽ ഹെന്ന ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റിന്റെ ടാലന്റ് മാത്രമല്ല, അവര് യൂസ് ചെയ്യുന്ന കോണിന്റെ ക്വാളിറ്റി കൂടി ആ ഒരു വർക്കിന്റെ പെർഫെക്ഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മെഹന്തി ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കണം. മാത്രമല്ല, ട്രൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തിട്ട് അറിയിക്കണം. വീഡിയോയിൽ ഞാൻ ഈ പേസ്റ്റിനെ കൊണ്ട് ഉണ്ടാക്കിയ കോണ് യൂസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കൺസിസ്റ്റൻസിയും പിന്നെ കംഫർട്ട് ലെവലെല്ലാം കുറച്ചായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കൊടുത്ത 12:30 ടൈം പറയുന്നത് 12:30ക്ക് മെഹന്തി ഇട്ട് കഴിഞ്ഞതാണ്. എന്നിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്നത് ഏകദേശം ഒരു 7:15 രാവിലെ 7:15 ആ ഒരു സമയത്താണ്. അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഒരു 7 മണിക്കൂറോളം മൈലാഞ്ചി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെയിനാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ.
അതിന്റെ ഫ്രഷ് സ്റ്റെയിൻ മാത്രമേ ഈ പാർട്ട് 1 ഞാൻ കാണിക്കുന്നുള്ളൂ. അടിപൊളി സ്റ്റെയിൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്റ്റെയിൻ എങ്ങനെ കിട്ടിയത് എന്നുള്ളതാണ് നെക്സ്റ്റ് പാർട്ട് 2 കാണിക്കാൻ പോകുന്നത്. അതായത് പോസ്റ്റ് ബ്രൈഡൽ ഹെന്ന കെയർ എന്ന് പറഞ്ഞിട്ടാണ് പാർട്ട് 2 ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തോ. ഇനി നെക്സ്റ്റ് വീഡിയോസ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിച്ചോ. ഞാൻ എന്തായാലും ചെയ്തിരിക്കും ഇൻഷാല്ലാ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാറ്റം ഞാൻ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് കാണാം. നെക്സ്റ്റ് സൺഡേ കൃത്യം 2 മണിക്ക് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. വീഡിയോ തീർന്നിട്ടില്ല, മോർണിംഗ് സ്റ്റെയിൻ കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാം. മോർണിംഗ് സ്റ്റെയിനും കൂടി കണ്ടിട്ട് നിങ്ങൾ വേറെ വീഡിയോസ് കണ്ടോ. ഓക്കെ, ബൈ ബൈ.